പ്രവാസലോകത്തെ വാർത്തകൾ. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിൽ പൂർണ്ണ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജൂൺ 9 മുതൽ വിലക്ക് പ്രാബല്യത്തിൽ വരും. മ്യാൻമർ, ചാഡ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനിയ, എറിത്രിയ, ഹെയ്ത്തി, ഇറാൻ, ലിബിയ, സോമാലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കാണ് US പ്രവേശനം പൂർണ്ണമായി വിലക്കിയിട്ടുള്ളത്. ബറൂണ്ടി, ക്യൂബ, ലാവോസ്, സിയറ ലയോൺ, ടാഗോ തുടങ്ങിയ 7 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഭാഗിക വിലക്ക് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളും കർശനമാക്കി. തീവ്രവാദ ബന്ധം, US കുടിയേറ്റ നിർവഹണ സംവിധാനങ്ങളുമായുള്ള നിസ്സഹകരണം, നിരീക്ഷണ സംവിധാനങ്ങളുടെ അപര്യാപ്തത എന്നിവ ചൂണ്ടിക്കാട്ടി വളരെ ഉയർന്ന അപകട സാധ്യതയുള്ള രാജ്യങ്ങൾ എന്ന വിശേഷണമാണ് വിലക്കിന് വൈറ്റ് ഹൌസ് നൽകുന്ന വിശദീകരണം. അമേരിക്കയെ സുരക്ഷിതമാക്കാനുള്ള നടപടിയെന്നാണ് ഡൊണാൾഡ് ട്രംപ് നിയന്ത്രണത്തെ വിശേഷിപ്പിച്ചത്. യാത്രാ നിരോധനം US സുപ്രീം കോടതിയും ശരിവെച്ചു. നിയന്ത്രണം പ്രസിഡൻഷ്യൽ അധികാരത്തിന്റെ പരിധിക്കുള്ളിലാണ്. അത് നിയമാനുസൃതമായ ലക്ഷ്യങ്ങളോടെ ഉള്ളതാണെന്നും US സുപ്രീം കോടതി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UK-യിൽ വിദ്യാർത്ഥികളുടെ ഭവന ചെലവ് 15% വർദ്ധിച്ചു. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശ വിദ്യാർത്ഥികൾ കടുത്ത പ്രതിസന്ധിയിൽ. ഉയർന്ന വാടക, കൂടുതൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ രാജ്യത്തെത്തിയത് എന്നിവയാണ് ഈ വർധനവിന് കാരണമെന്ന് വിപണി വിദഗ്ധർ പറയുന്നു. അതേസമയം സർക്കാർ വായ്പകൾ യഥാർത്ഥ ജീവിത ചെലവുകളുമായി പൊരുത്തപ്പെടുന്നില്ല. ഇത് നിരവധി വിദ്യാർത്ഥികളെ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം തേടാൻ പ്രേരിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന വീടുകളുടെ വാടക കുതിച്ചുയർന്നത് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് കനത്ത തിരിച്ചടിയായി മാറി. ഈ വർഷം തുടക്കത്തിൽ UK-യിലുടനീളം വാടക 8% വർദ്ധിച്ചു. ലണ്ടൻ, മാഞ്ചസ്റ്റർ, എഡിൻബർഗ് തുടങ്ങിയ നഗരങ്ങളിൽ വർധനവ് 8%-നും 12%-നും ഇടയിലായിരുന്നു. ഇപ്പോൾ 6 ലക്ഷത്തിലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ UK-യിൽ പഠിക്കുന്നതിനാൽ ഭവന ആവശ്യകത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിതരണം ആ വേഗതയിൽ എത്തുന്നില്ല. ഇത് വിലകൾ കൂടുതൽ ഉയരാൻ കാരണമാകുന്നു. 59% വിദ്യാർത്ഥികൾക്കും വാടക നൽകാൻ ബുദ്ധിമുട്ടാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 61% പേർ കുടുംബത്തിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ പണം കടം വാങ്ങിയിട്ടുണ്ട്. ചില വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലി സമയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് അവരുടെ പഠനത്തെയും ആരോഗ്യത്തെയും ബാധിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ഹാർവാർഡ് സർവകലാശാലയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ നൽകുന്നത് നിർത്തിവെച്ച് US. ദേശീയ സുരക്ഷയെ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് ട്രംപ്. ഹാർവാർഡ് സർവകലാശാല നടത്തുന്ന കോഴ്സുകളിലോ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളിലോ പങ്കെടുക്കാൻ അപേക്ഷിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയെയും ഈ വിലക്ക് ബാധിക്കും. ഇത് സംബന്ധിച്ച ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. സർവകലാശാലയിൽ നിലവിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുന്നതിനെക്കുറിച്ച് പരിഗണിക്കാനും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ട്രംപ് നിർദ്ദേശിച്ചു. ഫെഡറൽ ഗവൺമെന്റ് ഉന്നയിച്ച നിരവധി ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ ഹാർവാർഡ് വിസമ്മതിച്ചതിൽ നിന്നാണ് ട്രംപിന്റെ തീരുമാനം. വിദേശ വിദ്യാർത്ഥികളുടെ മോശം പെരുമാറ്റവുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകാൻ ഹാർവാർഡ് വിസമ്മതിച്ചിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലൊരു നീക്കം ട്രംപ് ഭരണകൂടം നടത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UN സാമ്പത്തിക സാമൂഹിക കൗൺസിലിൽ ഇന്ത്യ അംഗത്വം നേടി. വികസന വിഷയങ്ങളിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും UN സാമ്പത്തിക സാമൂഹിക കൗൺസിലിൽ ശക്തിപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുമെന്നും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൗൺസിലിലേക്ക് ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ടു. 2026-28 വരെയുള്ള കാലയളവിലേക്കാണ് ഇന്ത്യക്ക് അംഗത്വം ലഭിച്ചത്. കൗൺസിലിലെ അംഗരാജ്യങ്ങളുടെ പിന്തുണയ്ക്ക് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നന്ദി പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന സമ്മേളനങ്ങളുടെയും ഉച്ചകോടികളുടെയും ഉത്തരവാദിത്വവും സാമ്പത്തിക സാമൂഹ്യ കൗൺസിലിനുണ്ട്. 1945-ലാണ് ഐക്യരാഷ്ട്രസഭയുടെ 6 പ്രധാന ശാഖകളിലൊന്നായി UN സാമ്പത്തിക സാമൂഹിക കൗൺസിൽ സ്ഥാപിച്ചത്. വിസ ട്രാൻസ്ഫറുകൾക്കുള്ള ഫീസ് ഇളവുകൾ അവസാനിപ്പിച്ച് കുവൈത്ത്. ഓരോ വർക്ക് പെർമിറ്റിനും 150 കുവൈറ്റ് ദിനാർ അധിക ഫീസായി ഈടാക്കും. കുവൈറ്റ് സർക്കാർ തൊഴിൽ വിസ മാറ്റങ്ങൾക്ക് നൽകിയിരുന്ന ഫീസ് ഒഴിവാക്കൽ നയം അവസാനിപ്പിച്ചു. സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ, ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതിയുള്ള ആശുപത്രികൾ, ക്ലിനിക്കുകൾ, മെഡിക്കൽ സെന്ററുകൾ, സ്വകാര്യ സർവകലാശാലകൾ, കോളേജുകൾ, സ്കൂളുകൾ, സ്പോർട്സ് ക്ലബ്ബുകൾ, ഫെഡറേഷനുകൾ, തൊഴിലാളി യൂണിയനുകൾ, ചാരിറ്റികൾ, മൃഗസംരക്ഷണ കേന്ദ്രങ്ങൾ, വാണിജ്യ നിക്ഷേപ സ്വത്തുകൾ, വ്യാവസായിക സ്ഥാപനങ്ങൾ,
ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ പുതിയ ഫീസ് ഘടന ബാധകമായിരിക്കും. മുൻപ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ അംഗീകരിച്ചിട്ടുള്ള മാനവശേഷി ആവശ്യകതകളെ അടിസ്ഥാനമാക്കി ചില പ്രവർത്തനങ്ങൾക്കും മേഖലകൾക്കും വർക്ക് പെർമിറ്റുകൾക്ക് അധിക ഫീസ് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പുതുക്കിയ നിയന്ത്രണങ്ങൾ പ്രകാരം ഓരോ വർക്ക് പെർമിറ്റിനും 150 കുവൈത്തി ദിനാർ അധിക ഫീസായി ഈടാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.